D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്നത്തെ പോലെ നല്ല അടിപൊളി പെറ്റ്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ നല്ല റേറ്റ് കുറവിലൊക്കെ പപ്പീസുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പപ്പീസൊക്കെ നല്ല റേറ്റ് കുറവിനൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ നമ്പറും സ്ഥലം കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകൾ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് എടുത്ത് അയച്ചു തരാവുന്നതാണ്. യാതൊരുവിധ ചാർജുകളും നമ്മൾ സെയിൽ പോസ്റ്റിന് ഈടാക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ടെറിയറിൻ്റെ പപ്പീസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 4000 രൂപയാണ്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ടെറിയറാണ്. പേരൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടെറിയറിൻ്റെ പപ്പീസ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് 4000 രൂപ. അതേപോലെ 9 മാസമായിട്ടുള്ളൊരു പഗ്ഗിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം സെയിം ലൊക്കേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. 5000 രൂപയാണ് ഈ പഗ്ഗിൻ്റെ ഫീമെയിലിന് അവർ ചോദിക്കുന്നുള്ളൂ. 9 മാസമായിട്ടുള്ള പഗ്ഗിൻ്റെ ഫീമെയിൽ. അപ്പോൾ നല്ല അടിപൊളി ഓഫറിലാണ് പഗ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഫീമെയിൽ പഗ് 9 മാസമായത് 5000 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. രണ്ടാമതായിട്ട് നമുക്ക് കുറച്ച് പ്രാവുകളും അതേപോലെ ഒരു ഫീമെയിൽ കിച്ചണാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഈ ഫീമെയിൽ കിച്ചണിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 1600 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. രണ്ടാമത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് ഈ കിച്ചണും അതേപോലെ കുറച്ച് നാടൻ പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല റേറ്റ് കുറവിനാണ് ഈ ഫീമെയിൽ കിച്ചൺ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അതേപോലെ ക്രോസ് പ്രാവുകൾ, നാടൻ പ്രാവുകളൊക്കെ വന്നിരിക്കുന്നത് അവിടെ തന്നെയാണ് രണ്ടാം സെക്ഷനിൽ ഉൾപ്പെടുന്നതാണ്. പീസ് റേറ്റ് 140 രൂപയാണ് ചോദിക്കുന്നത്. ക്രോസ് പ്രാവുകളുണ്ട്, നാടൻ പ്രാവുകളുണ്ട്. പീസ് റേറ്റ് ഏതെടുത്താലും 140 രൂപയാണ് അതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഒന്നിൽ ക്യാറ്റ് നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഫോസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്രാവുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ബ്രീഡറുടെ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത് വന്നിരിക്കുന്നത് മുഗിയുടെയൊക്കെ ഒരു ക്രോസാണ് വന്നിരിക്കുന്നത്. 140 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. കുറച്ചധികം നാടൻ പ്രാവുകൾ കൊടുക്കാനുണ്ട് ഇവിടെ. അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാടൻ പ്രാവുകളും ക്യാറ്റും രണ്ടാമത്തെ സെക്ഷനാണ്. അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുണ്ടാവുക. 140 രൂപ ഏതെടുത്താലും. ബർപ്പൻ്റെ ഒക്കെ ക്രോസുകളാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സെമി പഞ്ചിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. മെയിൽ ക്യാറ്റ്, അഡൽട്ട് ക്യാറ്റ്, 1 വയസ്സ് പ്രായമുള്ളത്. ഇത് 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇത് എക്സ്ചേഞ്ച് ആയിട്ട് നോക്കുന്നുണ്ട്. ഏതെങ്കിലും ബേഡുകളായിട്ട് പ്രാവോ അല്ലെങ്കിൽ ആഫ്രിക്കൻ ലവ് ബേഡുകളോ അല്ലെങ്കിൽ നോർമൽ ലവ് ബേഡ്സ് ഒക്കെ ആയിട്ട് എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട്. ഏത് ബേഡായിട്ടും എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കുറച്ചധികം ഡോഗുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ബ്രീഡറുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ടതായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പപ്പീസുകളും ഡോഗ്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെന്നാലും ഈ ഡോഗ്സിനൊക്കെ വാങ്ങാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ജർമ്മൻ ഷിപ്പേഡിൻ്റെ 5 വയസ്സായിട്ടുള്ള നല്ല അടിപൊളി ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 14000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി മെയിൽ, 5 വയസ്സ് പ്രായമുണ്ട്. 14000 രൂപയാണ് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ നല്ല അടിപൊളി മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് മൈക്രോ ബുള്ളിയുടെ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമായിട്ടുള്ളത് മൈക്രോ ബുള്ളി. ഇതിന് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 13000 രൂപയാണ് പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. മൈക്രോ ബുള്ളിയാണ്. അപ്പോൾ തീരെ ഷോർട്ടായിട്ടുള്ള ബുള്ളിയുടെ 2 മാസമായിട്ടുള്ള മെയിൽ പപ്പീസ് 13000 രൂപയാണ് പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ജർമ്മൻ ഷെപ്പേർഡ്, അതേപോലെ നല്ല അടിപൊളി മൈക്രോ ബുള്ളി. അപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡാണ് മൈക്രോ ബുള്ളി. തീരെ ഹൈറ്റ് കുറഞ്ഞ ഇതാണ് മൈക്രോ ബുള്ളി. അടുത്തായിട്ട് വന്നിരിക്കുന്നത് 5 മാസം പ്രായമുള്ള നല്ല ഷോ ക്വാളിറ്റി ഹസ്കിയുടെ പപ്പീസാണ് വന്നിരിക്കുന്നത്.
വിത്ത് KCI ആണ് വന്നിരിക്കുന്നത്. 30,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഷോ ക്വാളിറ്റി ഹസ്കികളാണ് വന്നിരിക്കുന്നത്. 5 മാസം പ്രായമുള്ളത്. 30,000 രൂപയാണ് പറഞ്ഞതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് സ്പിറ്റ്സിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. 8 മാസം പ്രായമുള്ള മെയിൽ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 5,500 രൂപയാണ് ഈ സ്പിറ്റ്സിൻ്റെ മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല ഹെയർ ക്വാളിറ്റിയും നല്ല മിനിയേച്ചർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ട്, നല്ല തിക്ക് ഹെയർ ആണ് വന്നിരിക്കുന്നത്. മിനിയേച്ചർ ടൈപ്പ് 5,500 രൂപയാണ് ഈ മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഈ ഡോഗ്സ് എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി മെയിലിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 5,500 രൂപയാണ് ഈ മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 8 മാസം പ്രായമായിട്ടുള്ളൂ. നല്ല ഹെയർ ക്വാളിറ്റി ഉള്ളതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ബുഷ് കോട്ടിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇതിനവർ ചോദിക്കുന്നത് 11,000 രൂപയാണ്. 11,000 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ബുഷ് കോട്ടിൻ്റെ ഒരു മെയിൽ പപ്പി, നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ഒരു പപ്പിയാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പ്രാവുകൾ നല്ല ഓഫറിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കൊടകര അടുത്ത് ആമ്പല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. 19 പ്രാവുകൾ 4,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഇതിൽ ഹംഗേറിയൻ മിക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഡബിൾ ക്രസ്റ്റ് ഉണ്ട്, മുഗി ഉണ്ട്, ഫാൻഡെയിൽ ഉണ്ട്. അതേപോലെ ഇതിൽ കാണുന്ന ബേഡുകളൊക്കെ ഹംഗേറിയനാണ് വന്നിരിക്കുന്നത്. 19 4,000 രൂപ. ഹെഡ്ജ് ഹോഗുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമുള്ള ഹെഡ്ജ് ഹോഗുകൾ 4 കൊടുക്കാനുണ്ട്. 3 ഫീമെയിലും 1 മെയിലാണ് കൊടുക്കാനുള്ളത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരെണ്ണത്തിന് അവർ ചോദിക്കുന്ന റേറ്റ് 2,000 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഹെഡ്ജ് ഹോഗുകൾ 2,000 രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ. ഡിഫറെൻറ്റ് ലൈനേജ് വന്നാണ് ഡിഫറെൻറ്റ് പാരൻസാണ് വന്നിരിക്കുന്നത്. 3 ഫീമെയിലുണ്ട്, 1 മെയിലുണ്ട്. പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കായംകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ക്രോസ് പ്രാവുകൾ, ഒരുപാട് പ്രാവുകൾ ഇവിടെ സെയിലുണ്ട്. നാടൻ പ്രാവുകൾ, അതുപോലെ ക്രോസ് പ്രാവുകളാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് കൊടുക്കാനായിട്ട്. നല്ല ബൂട്ടും അതേപോലെ തന്നെ ക്യാപ്പ് വെറൈറ്റി ഉള്ളതുണ്ട്, അങ്ങനത്തെ ഉണ്ട്. ക്രോസ് പ്രാവുകൾ പീസ് റേറ്റ് 200 രൂപയാണ് ചോദിക്കുന്നത്. ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. ഇത് പ്രാവുകൾ എക്സ്ചേഞ്ചും നോക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പെറ്റ്സുകളായിട്ട് എക്സ്ചേഞ്ചും നോക്കാൻ താല്പര്യമുള്ളവർക്ക് എക്സ്ചേഞ്ചും നോക്കുന്നുണ്ട്. ഫോസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. ഫോസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്രാവുകൾ, ബ്രീഡിംഗ് പെയറുകളുണ്ട്, അഡൾട്ടുകളുണ്ട്, സെമി അഡൾട്ടൊക്കെ ഉണ്ട്. നല്ല ബൂട്ട് ക്വാളിറ്റി ഒക്കെ ഉള്ളതുണ്ട്. ബർപ്പൻ്റെ ക്രോസുകൾ, മുഗിയുടെ ക്രോസുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 200 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പള്ളൂരുത്തിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. 35 ദിവസം പ്രായമായിട്ടുള്ള നല്ല ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 13,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. വിത്തൗട്ട് KCI ആണ് വന്നിരിക്കുന്നത്. 13,000 രൂപ. അപ്പോൾ നല്ല അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഗാർഡിങ്ങിനായാലും പെറ്റായിട്ട് വളർത്താനായാലും നല്ല അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അതിന് നല്ല പപ്പീസാണ് വന്നിരിക്കുന്നത്. 13,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചാലക്കുടിയിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു കേജാണ് വന്നിരിക്കുന്നത്. 10 കള്ളി കേജും അതേപോലെ പ്രാവുകളും അടക്കം 12,000 രൂപയാണ് ചോദിക്കുന്നത്. 10 കള്ളി കേജ് നല്ല അടിപൊളി കേജാണ് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം ഉണ്ട്. അതേപോലെ ആ പ്രാവുകൾ മുകളിൽ ഷീറ്റ് അടിച്ചാണ് കൂടാണ് വന്നിരിക്കുന്നത്. 10 കള്ളിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാവിനെ വളർത്താനായാലും അല്ലെങ്കിൽ കോഴീനെയോ അല്ലെങ്കിൽ മൊയിലിനെയൊക്കെ വളർത്താനായാലും നല്ല അടിപൊളി കേജാണ്. ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്താണ് കേജാണ് വന്നിരിക്കുന്നത്. അതേപോലെ മുകളിൽ ഷീറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ 12,000 രൂപയ്ക്ക് എന്തായാലും നല്ലൊരു ലാഭമാണ് വന്നിരിക്കുന്നത്. നല്ല നോർമൽ റേറ്റിനേക്കാളും കുറവാണ് ചോദിക്കുന്നുള്ളൂ. 12,000 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല ഓഫറാണ് വന്നിരിക്കുന്നത്. പ്രാവുകൾ അടക്കം വന്നിരിക്കുന്നത്. ഫാൻഡയിൽ മുഗി കാര്യങ്ങളൊക്കെ അടക്കം
അപ്പോൾ നിങ്ങളിൽ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.